യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്, ആശംസിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശമായി ഈ സമയം നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14-ാം വചനത്തിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14-ാം വചനം ഇപ്രകാരമാണ് പറയുക: അവിടെ ഉത്തമനായ കർത്താവായ യേശു പ്രിയമുള്ളവരെ ആദ്യമേ പ്രത്യക്ഷപ്പെടുക മഗ്ദല മറിയത്തിന് മുമ്പിലാണ്. യേശു ആദ്യമേയാണ് പ്രത്യക്ഷപ്പെടുക മഗ്ദല മറിയത്തിന് മുമ്പിൽ. കാരണം യേശുവിനെ കാണാൻ വലിയൊരു ആഗ്രഹം മഗ്ദല മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുമ്പിലോ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുടെ മുമ്പിലോ ഒന്നും ആദ്യം പ്രത്യക്ഷപ്പെടാതെ ഈ മഗ്ദല മറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരുവചനം ഇപ്രകാരമാണ് പറയുക: മഗ്ദല മറിയത്തിന് അത് കർത്താവായ യേശുവാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഉദ്ധനായ യേശുവിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഗ്ദല മറിയം. എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഉദ്ധനായ കർത്താവ് തൻ്റെ സമീപം വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ, ഈ സമീപം വന്ന് നിൽക്കുന്നത് തൻ്റെ ദൈവമായ കർത്താവായ യേശുവാണ് എന്ന് തിരിച്ചറിയാൻ ഈ മഗ്ദല മറിയത്തിന് സാധിച്ചില്ല എന്ന വചനം പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14-ാം വചനം പറയുന്നു: ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അറിയണം കേട്ട, യേശു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഈ ദൈവത്തെ കാണാൻ വേണ്ടി മഗ്ദല മറിയം ആഗ്രഹിച്ചതും ഓടി വന്നതും കല്ലറയുടെ സമയം നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ. എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ മഗ്ദല മറിയത്തിന് സാധിച്ചില്ല. എന്താ പ്രിയമുള്ളവരെ അതിന് കാരണം? ഇതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഈ 50 ദിവസം ദേവാലയത്തിൽ അനുദിനം കുർബാനയിൽ പങ്കുചേർന്നിട്ട് നീ വലിയ യോഗ്യതയോടെ ഈശോയെ സ്വീകരിച്ചിട്ടും ജപമാല പ്രാർത്ഥനയിൽ സജീവമായി പങ്കുചേർന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പലപ്പോഴും അടുത്ത് നിൽക്കുന്ന ഈ കർത്താവായ യേശുവിനെ, ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുക? അതിന് കാരണമായിട്ട് വചനം പറയുക ഈ മഗ്ദല മറിയത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഈ മറിയത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടായിരുന്നു. ഈ മഗ്ദല മറിയത്തിൻ്റെ മനസ്സ് മുഴുവൻ വേദനയുടെ ഒരു മനസ്സായിരുന്നു. ഈ മനസ്സിൻ്റെ വേദനയും ഈ മനസ്സിൻ്റെ ഭാരവും ഈ കണ്ണുനീരും ഈ ആകുലതയും ഈ ഉത്കണ്ഠയും നീ അടുത്ത് നിന്ന് യേശുവിനെ കാണാൻ സാധിക്കാതെ പോയി. അവിടെ ഈ വർഷം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമ്മുടെ മനസ്സ് ശാന്തമായ ഒരു മനസ്സാണ്. നമ്മുടെ മനസ്സ് സ്വസ്ഥതയുള്ള ഒരു മനസ്സാണ്. നമ്മളിന്ന് പത്രമാധ്യമങ്ങൾ വഴി നമ്മെ വേദനിപ്പിക്കുന്ന അനേകം വാർത്തകൾ നമ്മൾ അനുദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായ വേദന മൂലം, മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടതുമൂലം നീ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവയെ കർത്താവായ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ സമീപം നിൽക്കുന്നത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തതയുള്ള ഒരു മനസ്സായി മാറണം. അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ: ദൈവമേ, എൻ്റെ കണ്ണുനീരിനെ നീ ഒന്ന് ഒപ്പിത്തരണമേ. എൻ്റെ കണ്ണുനീര് നീ ഒന്ന് ഒപ്പിയെടുക്കണമേ. എൻ്റെ മനസ്സിൻ്റെ വേദനകൾ നീ ഒന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ ഈ മനസ്സിൻ്റെ ഭാരം നീ ഏറ്റെടുക്കണമേ. ഞാൻ അനുഭവിക്കുന്ന അനേകം അനാവശ്യമായ ഭീതി, ഉത്കണ്ഠ, നിരാശ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്ന ഉദ്ധനായ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കും. അവിടെ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ എൻ്റെയോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനയോ നൊമ്പരമോ കണ്ണുനീരോ ഉണ്ടെങ്കിൽ അത് വന്നുപോയ ചില തകർച്ച, പരാജയമാകാം. നീ വന്നുപോയ ചില കുറവുകളാകാം.
നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ ദുഃഖ നൊമ്പരങ്ങൾ, വേദനകൾ, അനാവശ്യമായ ഭീതികൾ, പ്രിയമുള്ളവർ, ഇതെല്ലാം ബുദ്ധനായ യേശുവിനെ തിരിച്ചറിയാൻ തടസ്സമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ബുദ്ധനായ യേശുവെ ഏറ്റെടുക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2025 ജൂബിലി വർഷമാണ് എന്ന് നമുക്കറിയാം. ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം, അത് പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഉയർപ്പ് തിരുനാൾ നൽകുന്നത് പ്രത്യാശയുടെ അഭിഷേകമാണ്. ഒരു ദുഃഖ വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഒരു ഉയർപ്പ് ഞായറുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയിലും നൊമ്പരങ്ങളിലും വേദനകളിലും നമ്മിലത് വെളിപ്പെടണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബുദ്ധനായ കർത്താവായ യേശു നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാൾ എല്ലാവിധ മംഗളങ്ങളും ഏവർക്കും സ്നേഹം നേരുകയാണ്.